നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. എടമുട്ടത്ത് യുവാവ് വെട്ടേറ്റു മരിച്ചു. ചെന്ത്രപ്പനി ഹലുവാത്തെരുവ് സ്വദേശി ചങ്ങരക്കുളം വീട്ടിൽ 53 വയസ്സുള്ള ഹരിദാസ് നായരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് കഴിമ്പ്രം മണിയത്ത് ക്ഷേത്രത്തിന് സമീപം എടച്ചാൽ സുരേഷിന്റെ വീട്ടിൽ ഹരിദാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഡിവൈഎഫ്ഐ നേതാവായിരുന്ന KU ബിജു വധക്കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കേസിലെ 2ാം പ്രതി മിഥുൻ സംഭവ സമയത്ത് മൈനർ ആയിരുന്നതിനാൽ തൃശൂർ ജുവനൽ ജസ്റ്റിസ് കോടതിയിൽ വിചാരണ നടന്നു വരികയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കോടതി വിധി പറഞ്ഞത്. അങ്കമാലിയിൽ നഗരമധ്യത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തീപിടുത്തം. അങ്കമാലി കറൂറ്റിയിൽ ന്യൂ ഇയർ കുറീസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീയണയ്ക്കാൻ ശ്രമിക്കുന്നു. 4 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഉപഭോക്താക്കൾക്കായി KYFI 5G പദ്ധതിയുമായി കേരള വിഷൻ. പുതിയ ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് 5G മോഡവും ഇൻസ്റ്റലേഷനും സൗജന്യമാക്കുന്നതാണ് പദ്ധതി. നാളെ മുതൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് കേരള വിഷൻ ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. തിരുവമ്പാടി ഏകാദശി സംഗീതോത്സവത്തിന്റെ ഭാഗമായി പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു. ബേബി ശ്രീറാം, മുടിക്കൊട്ടൻ രമേശ്, രജു നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി സംഗീതജ്ഞർ ഒരുമിച്ച് ആലപിക്കുന്ന ഒരു സംഗീത ആരാധനയാണ് പഞ്ചരത്ന കീർത്തനാലാപനം. നാളെയാണ് ഏകാദശി. കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുരയിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി. ചന്തപ്പുര സിഗ്നൽ ജംഗ്ഷൻ സമീപം ബൈപ്പാസ് റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയത്. ദേശീയപാത പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി JCB ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടയിലാണ് ഇന്നുച്ചയ്ക്ക് 1 മണിയോടെ പൈപ്പ് തകർന്നത്. തൃശൂർ പൂരം വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന് K മുരളീധരൻ MP. എക്സിബിഷൻ തറവാടകയുടെ പേരിൽ പൂരം മുടക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടങ്ങിയിരിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ MPയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുൻപിൽ കോൺഗ്രസ് നടത്തുന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടയിൽ 265 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. കോവിഡ് ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 2606 ആക്റ്റീവ് കേസുകൾ. രാജ്യത്താകെ 24 മണിക്കൂറിനിടയിൽ 328 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2997 രാജ്യത്തെ ആക്റ്റീവ് കേസുകൾ. കോൾ നിലങ്ങളിലെ കാർഷിക ആവശ്യത്തിനായി ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. വെള്ളിയാഴ്ച രാവിലെ 11-ന് ചിമ്മിനി ഇറിഗേഷൻ വകുപ്പ് അധികൃതരാണ് സ്ലൂയിസ് വാൽവ് തുറന്നത്. 1 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് പ്രതിദിനം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നത്. നവകേരള സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ സന്തോഷമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിനൊരു ഗുണവും ഉണ്ടായില്ല. ഇതൊരു രാഷ്ട്രീയ വ്യായാമമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് ആഹ്വാനം ചെയ്തത്. കുട്ടികളെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.